എൻ്റെ പേര് PC വർഗീസ്. അനിയൻ എന്നാണ് വിളിക്കുന്നത്. എഴുത്തിലെ എഴുത്തുകാര് അനിയൻ പെരുന്തുരുത്തി എന്നാണ് പറയുന്നത്. പുത്തുപറമ്പിലാണ്. എൻ്റെ അപ്പൻ്റെ പേര് PA ചാണ്ടി, അമ്മയുടെ പേര് സാറാമ്മ ചാണ്ടി. പുത്തുപറമ്പിൽ. അതാണ് ഞങ്ങളുടെ വീട്ടുപേര്. 7 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. 8ാമത്തെ പുസ്തകം എഴുതി കൊടുത്തിട്ടുണ്ട്. അത് പ്രിൻ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. 9ാമത്തേത് എൻ്റെ ജീവചരിത്രം. കാരണം അവാന്തി പബ്ലിക്കേഷനാണ് എൻ്റെ ബുക്കുകളെല്ലാം പബ്ലിഷ് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നിർബന്ധപ്രകാരം എൻ്റെ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തിയാക്കണമെന്ന് വിചാരിക്കുന്നു. ദൈവം ആയുസ്സും ആരോഗ്യം തന്നെങ്കിൽ അത് പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് പിന്നെ എഴുതാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. താങ്ക് യു അച്ഛാ. എഴുതണം അച്ഛൻ, എഴുതണം. എൻ്റെ പേര് PC വർഗീസ് എന്നാണ് ഒഫീഷ്യലായിട്ടുള്ള നിയമം. എന്നെ വിളിക്കുന്നത് അനിയൻ എന്നാണ്. ഞാൻ പിന്നെ ഒരു എഴുത്തുകാരൻ കൂടി ആയതുകൊണ്ട് ആ വഴിയിൽ എൻ്റെ പേര് അനിയൻ പെരുന്തുരുത്തി എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഞാൻ ജനിച്ചത് 1942 നവംബർ 2-ാം തീയതി. പരിമള തിരുമേനിയുടെ ഓർമ്മ ദിവസമാണ് ഞാൻ ജനിച്ചത്. എനിക്ക് ഇപ്പോൾ ഈ കാലയളവിൽ ഞാൻ 1 വർഷം CSI സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങളുടെ പെരുന്തുരുത്തിയിലാണ്. എൻ്റെ സ്വദേശം പെരുന്തുരുത്തിയാണ്. തിരുവല്ലയിൽ പെരുന്തുരുത്തി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. ആ ഗ്രാമത്തിൽ 4 വശവും വെള്ളവും ചുറ്റപ്പെട്ട ഒരു ചെറിയ ദ്വീപ് മാതിരിയുള്ള ഒരു സ്ഥലമാണ് ഈ പെരുന്തുരുത്തി എന്ന് പറയുന്നത്. അധികം വീടുകളൊന്നുമില്ല, കുറേ വീടുകളൊക്കെ ഉള്ളൂ. ഒരു CSIക്കാരുടെ ഒരു പള്ളിയുണ്ട്. അവിടെയാണ് ഞങ്ങൾ സൺഡേ സ്കൂളൊക്കെ പഠിച്ചത്. ആദ്യം ഞങ്ങൾ മുത്തൂർ കട്ടപ്പുറത്ത് പള്ളി, പാലിക്കര ഇടവൊക്കെയാണ് ഞങ്ങളുടെ കുടുംബ പള്ളി. അത് കഴിഞ്ഞ് കട്ടപ്പുറത്ത് പള്ളിയിലേക്ക് ഞങ്ങൾ വന്നു. അത് കഴിഞ്ഞ് മുത്തൂറ്റ് പള്ളിയായപ്പോൾ ഞങ്ങൾ മുത്തൂറ്റ് പള്ളിയിലേക്ക് വന്നു. ഞാൻ 2ാം ക്ലാസ് 4ാം ക്ലാസ് വരെ 1ാം ക്ലാസ് ഞാൻ CSI സ്കൂളിലാണ് പഠിച്ചത്. 2ഉം 3ഉം 4ഉം ക്ലാസ്സുകളിൽ ഞാൻ മുത്തൂറ്റ് LP സ്കൂളിലാണ്, ഗവൺമെൻറ് LP സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇരുവള്ളിപ്പുറ വന്ന് ഞങ്ങളുടെ ഒരു കസിൻ്റെ വീട്ടിൽ താമസിച്ച് അവിടെയാണ് പഠിച്ചത്. അത് മിസ്റ്റർ പോളച്ചിറക്കൽ വീട്ടുപേര് പോളച്ചിറക്കലാണ്. പോളച്ചിറക്കൽ വീട്ടിലാണ് ഞാൻ നിന്ന് പഠിച്ചത്. സെൻറ്റ് മേരീസ് സ്കൂളിലാണ് ഞാൻ മിഡിൽ സ്കൂൾ കാലം കഴിഞ്ഞത്. അവിടെ ഒരു ചെറിയ വഴക്കുണ്ടായത് കാരണം എന്നെ അവിടുന്ന് പഠിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ PK വർഗീസ് സാറിൻ്റെ എന്നെ നോക്കിയ ആൾ PK വർഗീസ് സാർ ഹെഡ് മാസ്റ്ററാണ്. പുള്ളി ചെങ്കപ്പാറ ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്ററായിരുന്നു. ചുമ്മാ അമ്മ അവിടെ വീട്ടിലെ ജോലിയായിരുന്നു, വീട്ടിലായിരുന്നു. 2 പെൺമക്കളാണ് അവർക്കുണ്ടായിരുന്നത്. അവരുടെ കൂടെ ഞാൻ 10ാം ക്ലാസ് വരെ അവരുടെ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. അവിടുന്ന് തന്നെ അവരുടെ ആങ്ങളെ ഒരാൾ PO കോശി എന്ന് പറയുന്ന ഒരാൾ ബാംഗ്ലൂരിലുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ പെരുന്തുരുത്തി വരുമ്പോഴൊക്കെ പറയും, നിൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ഞാൻ ജോലി മേടിച്ചു കൊടുക്കാമെന്ന് പറയായിരുന്നു. അപ്പോൾ നിനക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ലെങ്കിൽ എൻ്റെ പെങ്ങളുടെ അരികെ കൊണ്ടുവിടാം. അങ്ങനെയാണ് ഞാൻ തിരുമൂലപുരത്ത് പോയത്. ഞാൻ സെൻറ്റ് മേരീസിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ഗവൺമെൻറ് LP സ്കൂളിൽ 1 വർഷം പഠിച്ചു. അത് കഴിഞ്ഞ് 8ാം ക്ലാസ്സിൽ ഞാൻ ഇരുവള്ളിപ്പുറ സെൻറ്റ് തോമസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടുന്ന് 10ാം ക്ലാസ് പാസ്സായി. അവിടുന്ന് 2 വർഷം അവിടെ നിന്നു. അത് കഴിഞ്ഞ് 63-ൽ ഞാൻ 1963 മെയ് 1-ാം തീയതി ഞാൻ ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൽ വന്നതിന് ശേഷം PO കോശി എന്ന് പറയുന്ന പോളച്ചിറക്കൽ PO കോശി എന്ന് പറയുന്ന ആളിന് അവിടെ 2 ഹോട്ടലുകളുണ്ടായിരുന്നു, ഒരു ബേക്കറി ഉണ്ടായിരുന്നു, പിന്നെ നെസ്കഫയുടെ സെയിൽസ് ഏജൻസി ഉണ്ടായിരുന്നു, ഒരു പെട്രോൾ പങ്ക് ഉണ്ടായിരുന്നു, ഒരുപാട് ജോലിക്കാരുണ്ടായിരുന്നു. എൻ്റെ ജ്യേഷ്ഠൻ അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ജ്യേഷ്ഠൻ അവിടെ ജോലിയുള്ളത് കൊണ്ട് എനിക്ക് അവിടെ ജോലി തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം എന്നെ ബോഷ് കമ്പനിയിൽ ആക്കി. ആദ്യം എന്നെ കൊണ്ടുപോയത് കോയി സാറിൻ്റെ മകനാണ്. മകൻ കൊണ്ടുപോയി. അന്ന് എനിക്ക് സെലക്ട് ആയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ 1 മാസം കഴിഞ്ഞപ്പം PO കോശി എന്ന് പറയുന്ന ആളിനെ കാണാനായിട്ട് പോയി. എന്നെ ദൂരത്ത് വെച്ച് കണ്ടപ്പോൾ തന്നെ നിനക്ക് ജോലി കിട്ടിയില്ലയോ എന്ന് ചോദിച്ചു.
അങ്ങനെ അദ്ദേഹം എന്നെ ജോലി കിട്ടിയില്ലയോ എന്ന് ചോദിച്ചില്ലോ എന്ന് പറഞ്ഞു. നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോട് പറഞ്ഞ് കാറെ കയറ്റി എന്നെ ബോഷ് കമ്പനിയിലെ ഡയറക്ടർ DN ബാച്ചയുടെ അരികിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ കാർഡ് മേടിച്ച് എൻ്റെ കൈ കൊണ്ട് തന്നേച്ച് പറഞ്ഞു, വായിച്ച് നോക്കിയിട്ട് എന്നാന്ന് വെച്ചാൽ ജോലിക്ക് പോകുമെന്ന് പറഞ്ഞ് എന്നെ ആക്കി. അങ്ങനെ അവിടെ 1963 മെയ് മാസം 21-ാം തീയതി ഞാൻ അവിടുത്തെ കമ്പനിയിൽ ജോലിയിൽ അപ്പോയിൻമെൻറ്റായി. ഞാൻ എൻ്റെ സർഫേസ് ട്രീറ്റ്മെൻറ്റിലായിരുന്നു എനിക്ക് ആദ്യം ജോലി, ഇലക്ട്രോപ്ലേറ്റിംഗ്. 7 വർഷം ഞാൻ അവിടെ ജോലി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു ഫോർമനെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലേക്ക് മാറിയപ്പോൾ എന്നെ കൂടെ ഞങ്ങൾ ഒരു 5-6 പേരെ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ ബാക്കി 30 വർഷക്കാലം ഹീറ്റ് ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ ജോലി ചെയ്തത്. ഇതിനിടയിൽ ഇതിനിടയിൽ എൻ്റെ പെങ്ങളുടെ 2 വർഷം എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പം എൻ്റെ പെങ്ങളുടെ കല്യാണം നടത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ സ്ഥലം ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിരുന്നു. ആ സ്ഥലം തിരിച്ച് ഞാൻ മേടിച്ചു. ആ സ്ഥലത്ത് അവിടെ ഒരു ചെറിയ വീട് വെച്ച് താമസമായി അവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പനും അമ്മയും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ 1970 ഞാൻ വിവാഹം കഴിച്ചു. ഞാൻ വിവാഹം കഴിച്ച് തൊടുപുഴയുള്ള ഒരു കത്തോലിക്ക കുടുംബത്തിലെ ആ വൈഫ് ഇവിടെ ബാംഗ്ലൂരിലല്ലായിരുന്നു അന്ന് ജോലി റൈച്ചൂറിലായിരുന്നു. റൈച്ചൂറിൽ ജോലി കഴിഞ്ഞ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹം നടന്നത്. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് അവിടെ കഴിഞ്ഞ് ചെറിയൊരു വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചു 5-6 വർഷം. ആ ചെറിയ വീട്ടിലാണ് എനിക്ക് 3 മക്കളുണ്ടായത്. മൂത്ത മോളുടെ പേര് ശോഭ എന്നാണ് വിളിക്കുന്നത്. രണ്ടാമത്തെ മോൾ സ്വപ്നയാണ്. മൂന്നാമത്തെ മോന് അലക്സാണ്ടറാണ്. അവർ 3 പേരെയും നല്ലവണ്ണം പഠിപ്പിച്ച് മൂത്ത മോളെ മാസ്റ്റർ ഫാർമസി വരെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് കല്യാണം കഴിച്ച് സിംഗപ്പൂരിലായിരുന്നു. അവിടുന്ന് സിംഗപ്പൂരിൽ നിന്ന് അവർ അമേരിക്കയിൽ വന്ന് സെറ്റിലായി. പിന്നെ രണ്ടാമത്തെ മകളെ കല്യാണം കഴിച്ചത് ഒരു ഓർത്തഡോക്സിലെ ഒരു അച്ഛനായിരുന്നു. അച്ഛന് 2-3 സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്ത് അട്ടപ്പാടി കോയമ്പത്തൂർ അവിടെ എല്ലാം ജോലി ചെയ്തു. പിന്നെ അച്ഛൻ അവിടുന്ന് അമേരിക്കയിൽ വന്നു. അങ്ങനെ പിന്നെ മോളും ഇവിടെ വരാനിടയായി. അവർക്ക് 2 മക്കളുണ്ട്, ഒരു പെണ്ണും ഒരു ആണുമാണ്. മൂത്ത മോൾ ശോഭയ്ക്കും ഒരു ആണും ഒരു പെണ്ണും ആണ്. മോന് ഒരു മോള് മാത്രമേ ഉള്ളൂ. മോനെ ഹോസ്പിറ്റലിൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് ബോംബെയിലായിരുന്നു ജോലി. അത് കഴിഞ്ഞ് ബോംബെയിൽ നിന്ന് ഷാർജയിൽ പോയി. ഷാർജയും ദുബായ്, അബുദാബി, ഇന്തോനേഷ്യ ഇന്നിപ്പം കുവൈറ്റിലാണ്. കുവൈറ്റിലെ ഇപ്പം മൊബാസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാനിങ്ങനെ എൻ്റെ 20ാമത്തെ വിദേശയാത്രയാണ് ഇത്. അമേരിക്കയിൽ തന്നെ ഞാൻ 15ാമത്തെ പ്രാവശ്യമാണ് യാത്ര ചെയ്ത്. ഇതിൻ്റെ കൂട്ടത്തിൽ അഡീഷണലായിട്ട് എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു 84 ബിൽഡിങ്സ് ഓൾ ഓവർ ദ ബാംഗ്ലൂരിൽ പണിയിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ പണിയിച്ചതെല്ലാം ഒരുപാട് പൈസയുള്ളവരുടെ ഒന്നുമല്ല, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് അവരുടെ കയ്യിലുള്ള കാശ് മേടിച്ചിട്ട് അവർക്ക് അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞ് അവർ മാസം കുറേശ്ശെ ഇങ്ങനെ തന്ന് അങ്ങനെയാണ് 2-3 പാർട്ടികൾക്ക് ഞാൻ വീട് ഇച്ചിരി പൈസ ഉള്ളവർക്ക് വേണ്ടി ചെയ്തു. അവരെനിക്ക് കുറച്ച് പൈസ കുറേശ്ശെ തരാതെ വന്നു. അങ്ങനെ ഒക്കെ സംഭവിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അമേരിക്കയിലേക്ക് മക്കൾ 2 പേരും അമേരിക്കയിലായപ്പോൾ അമേരിക്കയിലേക്ക് യാത്ര തുടങ്ങി. 2001 ഞാൻ ബോഷ് കമ്പനിയിൽ 37 വർഷം ജോലി ചെയ്ത് അവിടുന്ന് റിട്ടയർഡായി.
അത് കഴിഞ്ഞ് അമേരിക്കയിലേക്ക് വരാൻ തുടങ്ങിയ പിന്നെ എൻ്റെ കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നിർത്തേണ്ടതായിട്ട് വന്നു. കാരണം 6 മാസം അവിടെയുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പ്രയാസം. അമേരിക്കയിൽ വന്നിട്ടാണ് ഞാൻ എഴുത്ത് തുടങ്ങിയത്. ആദ്യത്തെ എൻ്റെ നോവല് അമ്മക്കടൽ എന്ന് പറയുന്ന നോവലാണ്. അത് അവാന്തി പബ്ലിക്കേഷനാണ് അത് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് അകാലത്തിൽ പൊലിഞ്ഞ ഒരു പോയിക എന്നും പറഞ്ഞൊരു പുസ്തകം എഴുതി. അത് കഴിഞ്ഞ് മേരിക്കുട്ടി എന്നും പറഞ്ഞൊരു പുസ്തകം എഴുതി. അത് കാലപ്രവാഹം എന്നും പറഞ്ഞൊന്ന് എഴുതി. പിന്നെ ആളികപ്പുറത്ത് മത്തായി എഴുതി. അത് കഴിഞ്ഞപ്പോൾ ഇന്തോനേഷ്യൻ യാത്ര പിന്നെ ഒരു ഡിറ്റക്റ്റീവ് നോവൽ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതെല്ലാം എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ 8ാമത്തെ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 8ാമത്തെ എഴുതി കൊടുത്തിട്ടുണ്ട്. 9ാമത്തേത് എൻ്റെ ജീവചരിത്രം എഴുതണമെന്നും പറഞ്ഞ് അവർ നിർബന്ധിച്ച് ഞാനിപ്പം തുടങ്ങിയിട്ടുണ്ട്. അതിപ്പോൾ എഴുതാനൊക്കെ എനിക്കിപ്പോൾ 84ാമത്തെ വയസ്സിലാണ് നടക്കുന്നത്. എഴുതാനൊക്കെ സ്പീഡിൽ എഴുതാനൊക്കെ ഇച്ചിരി പ്രയാസമാണ്. അപ്പം മെല്ലെ ഒരു ദിവസം ഒരു 4-5 പേജ് എഴുതി അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ 20ാമത്തെ വിദേശ യാത്രയാണ് ഇത്. US തന്നെ 15ാമത്തെ പ്രാവശ്യം. ഞാൻ 1963 ബാംഗ്ലൂരിൽ വന്നു. ബാംഗ്ലൂരിൽ വന്നത് പോളച്ചിറയ്ക്കൽ P.O. കോശി എന്ന് പറയുന്ന ഒരു ഹോട്ടൽ ഉടമസ്ഥൻ്റെ കെയർ ഓഫിലാണ്. അവരുടെ ബേക്കറിയിലാണ് എൻ്റെ മൂത്ത സഹോദരൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ കെയർ ഓഫിൽ ഞാനിവിടെ വന്നു. എന്നെ പുള്ളിക്കാരൻ്റെ മോനാണ് കുഞ്ഞുസാറെന്ന് പറയും, അദ്ദേഹമാണ് എന്നെ ഇൻ്റർവ്യൂവിന് കൊണ്ടുപോയത്. അന്ന് ഞാൻ സെലക്ട് ആയില്ല. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞ് ഞാൻ P.O. കോശി എന്ന് പറയുന്ന അദ്ദേഹത്തെ പോയി കണ്ടു. അപ്പോൾ നിന്നെയൊക്കെ ജോലി കിട്ടിയില്ലയോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ജോലി കിട്ടിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ നീ അവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ ഡ്രൈവർ രാമസ്വാമി എന്ന് പറയുന്ന ആൾ വന്ന് എന്നെ കാറെ കയറ്റി പുള്ളിക്കാരനും കൂടെ വന്ന് ആടുകോടിയിലുള്ള മൈക്കോ എന്നാണ് അതിന് പറയുന്നത്, മോട്ടോർ ഇൻഡസ്ട്രീസ് കമ്പനി. അതിൻ്റെ ഡയറക്ടറായിട്ടിരുന്ന കൊമേഴ്ഷ്യൽ ഡയറക്ടറായിരുന്ന DN ബാച്ചായുമായിട്ട് പുള്ളിക്കാരന് വളരെ സൗഹൃദമായിരുന്നു. ആ കമ്പനി തുടങ്ങിയ ഒരുപാട് ആൾക്കാരെ അവിടെ കോശിയുടെ സഹായത്താൽ അവിടെ ജോലി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കെയർ ഓഫിൽ എന്നെ പുള്ളിക്കാരൻ കൊണ്ടുപോയി അവിടെ ചെന്ന് DN ബാച്ചായോട് പറഞ്ഞ് ഒരു ഇൻ്റർവ്യൂ കാർഡ് മേടിച്ച് എൻ്റെ കൈ കൊണ്ട് തന്നേച്ച് പറഞ്ഞ് വായിച്ച് നോക്കിയിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ 63 മെയ് മാസം 23-ാം തീയതി ജോലിയിൽ പ്രവേശിച്ചു. എനിക്ക് കിട്ടിയത് ആദ്യം ഒരു ഹെൽപ്പർ പോസ്റ്റിലാണ് കിട്ടിയത്. പാർട്സ് എല്ലാം ഇങ്ങനെ ഈ പ്രൊഡക്ഷൻ ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പാണ് അവരുടെ മെയിൻ പ്രോഡക്റ്റ്. സ്പാർക്ക് പ്ലഗ്, അതിന് വേണ്ടിയ സകല സാധനങ്ങളും അവിടെ ഉണ്ടാക്കുന്നത്. അത് ഇലക്ട്രോപ്ലേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് ആദ്യം കിട്ടിയത്. അവിടെ ആദ്യമൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഈ ആസിഡും ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ കൈയെല്ലാം തൊലിയെല്ലാം പോയിട്ട് ഞാൻ ഒത്തിരി കരഞ്ഞ് ഇങ്ങനെയുള്ള ഒരു ജോലിയാണല്ലോ എനിക്ക് കിട്ടിയതെന്ന് ഞാൻ പറഞ്ഞ് വളരെ സങ്കടപ്പെട്ടു. എന്നാലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വളരെ അഡ്ജസ്റ്റായി. പിന്നെ മൈക്കോയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീടിനേക്കാളിലും അത്രമാത്രം, കാരണം ഞങ്ങൾക്ക് 2 നേരം ഞങ്ങൾ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുമൊക്കെ ആയത് കാരണം 2 സമയത്തും ഞങ്ങൾക്ക് പാല് തരുമായിരുന്നു. ഒരു ഷിഫ്റ്റിൽ ഒരു പ്രാവശ്യം പാല് ഫ്രീ ആയിട്ട് 1/2 ലിറ്റർ പാല് തരും. പിന്നെ ഭക്ഷണമെല്ലാം അവിടെ ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് ജോലി എത്ര കൂടുതലുണ്ടെന്ന വരിയിലും നമുക്കൊരു മുഷിയലില്ലാതെ സ്വന്തം ഭവനത്തിനേക്കാളിലും നല്ല രീതിയിലാണ് ആ കമ്പനിയിൽ ഞാൻ 37 വർഷം ജോലി ചെയ്തത്. ഞാൻ ഗ്രൂപ്പ് ലീഡറായി. ഒരു 7 വർഷം കഴിഞ്ഞപ്പം ഞാൻ അവിടുന്ന് ഇലക്ട്രോപ്ലേറ്റിങ്ങിൽ നിന്ന് ഈ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു.
അവിടെ 2-3 വർഷത്തിനുള്ളിൽ എനിക്ക് പ്രൊമോഷൻ കിട്ടി. ഗ്രൂപ്പ് ലീഡറായി. അപ്പം ഗ്രൂപ്പ് ലീഡർ ഓരോ ഷിഫ്റ്റിലും ഓരോ സെക്ഷനിലെ പണിക്ക് ഓരോരുത്തർ എൻ്റെ അണ്ടറിൽ ഒരു 8-10 പേര് കാണും. അവരുടെ കാര്യങ്ങളും അവരുടെ പ്രൊഡക്ഷൻ എൻട്രി ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഞാൻ 30 വർഷവും ആ പ്രൊഡക്ഷന്. പിന്നെ പ്രൊമോഷൻ എനിക്ക് അഡീഷണലായിട്ട് ഔട്ട്സൈഡിൽ കൺസ്ട്രക്ഷൻ വർക്ക് ഉള്ളത് കൊണ്ട് ഞാൻ ഫർദർ പ്രൊമോഷനൊന്നും വേണ്ടിയിട്ട് ആഗ്രഹിച്ചില്ല. കാരണം ഫർദർ സൂപ്പർവൈസറൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മറ്റു പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു പിന്നെ എൻ്റെ ചുറ്റുപാട് എൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും ഞാനിവിടെ കൊണ്ടുവന്നു. എല്ലാവർക്കും സ്ഥലം മേടിച്ച് എല്ലാവർക്കും വലിയ വീട് കെട്ടിക്കൊടുത്തു. ഇളയ സഹോദരനെ ഇവിടെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് ഇപ്പോൾ പുള്ളിക്കാരനെ ഇവിടെ ആദ്യം കേരള സമാജത്തിൽ പഠിച്ച് അത് കഴിഞ്ഞ് സെൻറ്റ് ജോസഫ്സിൽ പഠിച്ചു. അത് കഴിഞ്ഞ് ക്രൈസ്റ്റ് കോളേജിൽ ഡിഗ്രി പഠിച്ചു. അത് കഴിഞ്ഞ് പിന്നെ 4 വർഷം കോട്ടയത്ത് പോയി തിയോളജി പഠിച്ചു. അത് കഴിഞ്ഞ് അച്ഛനായിട്ട് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് CMC വെല്ലൂർ സെൻറ്റ് ലൂക്ക് ഓർത്തഡോക്സ് ചർച്ച് വെല്ലൂരായിരുന്നു ആദ്യത്തെ അപ്പോയിൻമെൻറ്റ്. അവിടെ 5 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ മലേഷ്യയിൽ പോയി. മലേഷ്യയിൽ 5 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് സിംഗപ്പൂരിൽ പോയപ്പോൾ ആദ്യത്തെ എൻ്റെ വിദേശ യാത്ര സിംഗപ്പൂരിലായിരുന്നു. സിംഗപ്പൂരിൽ അങ്ങനെ എൻ്റെ അമ്മയും ഞാനും ഞങ്ങളെല്ലാവരും കൂടെ അവിടെ പോയി. അവിടെ 2 ആഴ്ച താമസിച്ചു. അങ്ങനെ ആദ്യത്തെ എൻ്റെ വിദേശ യാത്ര അവിടെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫാക്ടറി ഒരു സ്വന്തം വീടിനേക്കാളിലും നല്ല രീതിയിലാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ജോലി ഒരുപാടുണ്ട്, ഭയങ്കര ഹാർഡ് വർക്കാണ്, വളരെ ടൈറ്റായിട്ട്. പിന്നെ ഞാൻ പ്രൊമോഷനായി ഗ്രൂപ്പ് ലീഡറായതിന് ശേഷം എനിക്ക് കൂടുതൽ മാനുവൽ വർക്കൊന്നും എനിക്കില്ല. പ്രൊഡക്ഷൻ എൻട്രി, അലോട്ട്മെൻ്റ് ഓഫ് വർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് കൂടുതൽ. പിന്നെ മേലോട്ട് പ്രൊമോഷനൊന്നും ഞാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തത് സൂപ്പർവൈസർ പോസ്റ്റാണ്, പിന്നെ ഫോർമൻ പോസ്റ്റാണ്. ആ പോസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെളിയിലത്തെ ജോലിക്കൊന്നും പോകാനൊന്നും പറ്റത്തില്ല. ഷിഫ്റ്റില്ല ഞങ്ങൾക്കപ്പം. പ്രൊമോഷനായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം ജനറൽ ഷിഫ്റ്റ് ആയിരിക്കും. രാവിലെ പോയാൽ വൈകുന്നേരം വരെ അവിടെ ആയിരിക്കും. അതുകൊണ്ട് മറ്റു പരിപാടികളൊന്നും നടക്കത്തില്ല. ഇതിനിടയിൽ എൻ്റെ സഹോദരിയെ ഇവിടെ കൊണ്ടുവന്ന് സഹോദരിയുടെ വിവാഹം നടത്തി. അത് കഴിഞ്ഞ് നാട്ടിലെ സ്ഥലം മേടിച്ചു. നാട്ടിലെ 12,800 റുപ്പീസ് കൊടുത്ത് മേടിച്ച സ്ഥലം ഞാൻ ഈ അടുത്തിടെ 2 വർഷം മുന്നേ വിറ്റപ്പോൾ 3,74,00,000 രൂപയ്ക്കാണ് അത് വിറ്റത്. അത് വിറ്റതെന്ന് പറഞ്ഞാൽ നോക്കാൻ ആരുമില്ല. എനിക്കൊരു ഒരു മോള്, 3 മക്കളാണ്. കല്യാണം കഴിച്ചത് ഒരു ഗവൺമെൻറ് സ്റ്റാഫ് നേഴ്സിനെയാണ് കല്യാണം കഴിച്ചത്. പുള്ളിക്കാരത്തി തൊടുപുഴയാണ്, കത്തോലിക്ക സഭയിൽ നിന്നാണ് ഇങ്ങോട്ട് കല്യാണം കഴിച്ചത്. പുള്ളിക്കാരത്തി വളരെ നല്ല സ്വഭാവവും നല്ല സ്നേഹവും നല്ല ബഹുമാനവും ഉള്ള ഒരു സ്ത്രീയായിരുന്നു. എൻ്റെ കൂടെ കഴിഞ്ഞു. പുള്ളിക്കാരത്തി 1970-ലാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. അത് കഴിഞ്ഞ് സഹോദരങ്ങൾക്കെല്ലാം ഞാൻ സ്ഥലം മേടിച്ച് വീടുമെല്ലാം കെട്ടിക്കൊടുത്തു. നമാശിമ എന്നൊരക്ഷരം എന്നോട് മിണ്ടിയിട്ടില്ല. കിട്ടുന്ന കാശിൻ്റെ കൊണ്ടുത്തരും. ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നടത്തും. പിന്നെ മറ്റു തരത്തിലുള്ള ശീലങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാ കാര്യങ്ങളും 6 സഹോദരങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടിയ എല്ലാ സ്ഥലവും എല്ലാം മേടിച്ചു കൊടുത്തു. അതിൽ അച്ഛന് എനിക്ക് പൈസയെല്ലാം തന്നു, പെങ്ങളുടെ ഭർത്താവും തന്നു. പകുതി സ്ഥലത്തിൻ്റെ പകുതി ഞാൻ പെങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ ഒരു 3 മക്കൾക്ക് വേണ്ടിയിട്ട് 3 വീട്, നാട്ടിലൊരു വീട്, പിന്നെ ബാംഗ്ലൂരിൽ 2 വീടുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം നാട്ടിലെ എല്ലാം വിറ്റു. അത് കഴിഞ്ഞിപ്പം വേറൊരു വീടുണ്ടായിരുന്നു, അതും വിറ്റു. ഇനിയിപ്പം താമസിക്കുന്ന ഒരു വീട് മാത്രമേ ഉള്ളൂ. അത് മോൻ്റെ പേരിലാക്കി കൊടുത്താൽ എൻ്റെ ജോലി കഴിയും. അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിപ്പോൾ 20ാമത്തെ വിദേശയാത്രയാണ് ഇവിടെ. അങ്ങനെ ദൈവം എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ഇപ്പം അവാന്തി പബ്ലിക്കേഷനാണ് എൻ്റെ ബുക്സെല്ലാം. ഞാൻ 8 പുസ്തകം എഴുതി കൊടുത്ത് കഴിഞ്ഞ് 7 എണ്ണം റിലീസ് ചെയ്തിട്ടുണ്ട്. 8ാമത്തേത് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. 9ാമത്തേത് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പം എഴുതാനൊക്കെ ഇച്ചിരി പ്രയാസമുണ്ട്.
അങ്ങനെയുള്ള ബുദ്ധിമുട്ടിലിരിക്കുന്നു. പിന്നെ പ്രായത്തിൻ്റേതായിട്ടുള്ള അസുഖങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്നു. ഏതായാലും ഇത്രയാണ് എൻ്റെ ബയോഡാറ്റ. അച്ഛൻ ഹ്യൂസ്റ്റണിൽ ഇപ്പം എന്നാണ് വന്നത്? ഇപ്പം ഈ ട്രിപ്പിൽ എന്നാണ് വന്നത്? 3 മാസം. 11-ാം തീയതി. ഡിസംബർ 11-നോ? ഓ, 1 മാസം ആവുന്നില്ല. ആയില്ല. ഓക്കെ ഓക്കെ. ഇതിനു മുമ്പൊക്കെ വരുമ്പോൾ എത്ര നാളൊക്കെ താമസിക്കാറുണ്ട്? ഞാൻ ആദ്യമൊക്കെ വരുമ്പോൾ 6 മാസം നിന്നിട്ടാ പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ വൈഫ് മരിച്ചതിന് ശേഷം അധികം നാൾ നിൽക്കത്തില്ല. കാരണം വീട്ടിലെ എൻ്റെ വീട് ബാംഗ്ലൂരുള്ളതല്ലേ? വീട്ടിലെ 5 ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും സൈഡിലെല്ലാം വീടുണ്ട്. അപ്പം അവിടെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അപ്പം ഞാൻ അവിടെ ഇല്ലെങ്കിൽ ഒത്തിരി നാൾ മാറി നിൽക്കാൻ പറ്റും. മനസ്സിലായി. അങ്ങനെ പിന്നെ ബാംഗ്ലൂർ സിറ്റി താമസിച്ചു, നാട്ടിലും താമസിച്ചു കുറച്ച് നാളെ ചെറുപ്പത്തിലൊക്കെ. എവിടെയാണ് ജീവിക്കാൻ നമുക്ക് മെച്ചപ്പെട്ടെന്ന് തോന്നിയിട്ടുള്ളത്? ജീവിത സാഹചര്യം കൊണ്ടും ബുദ്ധിമുട്ടുകളില്ലാതെ ബാംഗ്ലൂരാണ് ഏറ്റവും ബെറ്റർ. നമ്മുടെ നാട്ടിൽ എന്താ കുഴപ്പമെന്ന്, ഞാൻ നാട്ടിലെ സ്ഥലമൊക്കെ അവിടെ എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു ഹോസ്പിറ്റലൊക്കെ പണിയണം എന്നുള്ള ആഗ്രഹത്തിലൊക്കെയാണ് ഇരുന്നത്. അപ്പോൾ അവിടെ എന്നാന്ന് പറഞ്ഞാൽ അവിടെ യാതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഒരു സാധനം ഇറക്കി കഴിഞ്ഞ് ഞാൻ ഇപ്പം 3 പ്രാവശ്യം എൻ്റെ വീടൊക്കെ പണിയുമ്പോൾ എല്ലാം ഞാൻ ബാംഗ്ലൂരിൽ നാളെ കൊണ്ടുപോയാൽ ജയിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ അപ്പൻ്റെ കാലം തൊട്ടുള്ള ആൾക്കാർ, പഴയ ആൾക്കാരെല്ലാം നമുക്കൊരു ബഹുമാനം ഉള്ളതുകൊണ്ട് നമുക്ക് എതിരായിട്ടൊന്നും പറയത്തില്ല. എന്നാലും അവിടുത്തെ രീതിക്ക് അവിടെ എത്രയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ച് എനിക്ക് അറിയാവുന്ന ആൾക്കാർ തന്നെ അവിടെ പോയി ചെയ്തേച്ച് അവിടെ നിന്ന് കെട്ടി എടുത്തുകൊണ്ട് പോരും. കാരണം അവിടെ യാതൊന്നും ചെയ്യാൻ നല്ലൊരു നാട് നശിപ്പിച്ച് ആ രീതിയിലാക്കി കമ്മ്യൂണിസ്റ്റുകാർ. വേല ചെയ്യാതെ കാശുണ്ടാക്കുന്ന മാർഗങ്ങളെല്ലാം അവരെ അന്വേഷിക്കുക. ഗൾഫിലും പൈസ ഇട്ട് ഇറങ്ങുന്ന പരിപാടി ആയിപ്പോയി അല്ലേ? എല്ലാം ബ്ലേഡിന്റെ പരിപാടിയാണ്. ಅಂಕಲ್ ಜಾಕೆಟ್ ತಗೊಂಡು ಬಂದೆ.